യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവമായ കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസം കൂടി തുടങ്ങുവാൻ നമുക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 36-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. എത്രയോ ശരിയാണ്. ഒരിക്കലും വിലയിടാൻ പറ്റാത്ത അമൂല്യമതയുള്ള പ്രഷ്യസായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. ആ കാരുണ്യത്തിലാണ് നമ്മൾ ഈ ദിവസം തുടങ്ങിയിരിക്കുന്നത്. ആ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറുന്നത്. ഞാൻ നേടിയതാണ്, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ് എന്നൊക്കെ പറയുമ്പോഴും എപ്പോഴും ഓർക്കേണ്ടവെന്ന് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നീ ഇതെല്ലാം നേടിയത്. നിനക്കിത് ലഭിച്ചത് ദൈവകൃപ കൊണ്ട് മാത്രമാണെന്ന് ചിന്തിക്കുക. നീ എപ്പോഴും അഭയം തേടുന്നത് ദൈവത്തിൻ്റെ തണലിലാണ്. അവനാണ് നിൻ്റെ കാൽ വഴുതുവാൻ പോലും സമ്മതിക്കാതെ നിൻ്റെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ആ ദൈവകരുണയിൽ നമുക്ക് അഭയം തേടാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.